സൂര്യനുദിച്ചു കണ്ടേ ലേലം പോലൊന്നു പോയേ താരാദിനം താരാ ഒരു പിടി ഞാറു നട്ടേ. ശാന്തസ്വരൂപനും ഡീസന്റുമായ അദ്ദേഹം നമുക്ക് എപ്പോഴും നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ എന്റെ വൈഫ് പറയും നിർത്തിക്കോളാൻ പറയുകയാണ്. എന്റെ കയ്യിൽ നിന്ന് പോകുന്നവർ പറയണത്. ഞാൻ ജസ്റ്റിക്ക് മൈക്ക് കൈമാറുന്നു. ഈ ഒരു ഇത് പറയണമെന്ന് വിചാരിച്ചത് റെന്യച്ചന്റെ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഫസ്റ്റ് ദിവ്യബലി അർപ്പിച്ചില്ലേ, അപ്പൊ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർക്കൂസേന്റെ കളമാണ് ഈ കൊടുവേലിപ്പടിയുടെ ഒരു ഭാഗം ആൾക്കാരുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായത്. അതും ഒരു കടപ്ലാവും കാര്യങ്ങളുമാണ് അതിനൊരു വളർച്ചയ്ക്ക് കാരണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. പണ്ട് കാലത്തെ കാര്യമാണ്, ഒരു 10-20 വർഷം മുമ്പത്താണ്. അന്ന് ഞങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സാര പിള്ളേര്, കുഞ്ഞ പിള്ളേരായിട്ടുള്ള സമയത്തുള്ള കാര്യം, ആ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ മർക്കൂസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നിട്ട് ഞങ്ങൾ മർക്കൂസേട്ടൻ പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. അതിന് മുമ്പുള്ള കേസാണ്. എന്തിനു സ്വാതന്ത്ര്യമുള്ള ഒരു വീട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഞങ്ങൾ സമാധാനം കൊടുക്കൂല. എവിടെയാകുമ്പോ ഞങ്ങളുടെ കളിയും സാധനങ്ങളൊക്കെ അതിന് മർക്കൂസേട്ടൻ ഒരു കാരണവശാലും നമ്മുടെ ഒരു വഴക്കെന്ന് പറഞ്ഞ സംഭവം എന്റെ ഓർമ്മയിലില്ല. നിങ്ങൾ ആരെങ്കിലും ഓർമ്മയിലുണ്ടോ? മർക്കൂസേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളും അങ്ങനെ പറയണ ഒരു കേസല്ല. ഈ റെന്നി അച്ഛനാവാൻ കാരണം മർക്കൂസേട്ടനാണ് ഞാൻ വിശ്വസിക്കണ കേട്ടോ. കാരണം എന്താ പറഞ്ഞോട്ടെ, ഞങ്ങള് ഈ കൂട്ടായ്മ വളരാൻ കാരണം ഒരു കടപ്ലാവ് ഉണ്ടായിരുന്നു. ആ കടപ്ലാവാണ് നിങ്ങൾക്ക് ഈ കടപ്ലാവ് ഒരു ഓർമ്മയുണ്ടാവില്ല. ആ കടപ്ലാവാണ് ഞങ്ങളുടെ ഈ വളർച്ചയ്ക്ക് ഒരു കാരണഭൂതം ഇതായത്. ആ കടപ്ലാവിന്റെ ചോട്ടില് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സമ്മേളിക്കും. അതിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും സമ്മേളിക്കും. എന്നിട്ട് ഞങ്ങള് കുറെ പേര് മുകളിൽ കയറിയിരിക്കും, കുറെ പേര് താഴ്ത്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഇതിന്റെ എല്ലാത്തിനും കളമാണ് ഞങ്ങളുടെ ആശ്രയം. TV കാണാനും ഒരു ഓണാഘോഷം നടത്താം. ഒരു ഓണാഘോഷം നടത്തി കഴിഞ്ഞാൽ എവിടെ നടത്തും? മർക്കൂസേന്റെ വീട്. ഒരു വാർഷികം എവിടെ നടത്തും? അതും മർക്കൂസേന്റെ വീട്. മർക്കൂസേന്റെ വീടില്ലാത്ത ഒരു പരിപാടി കൊടുവേലിപ്പടിക്കാർക്ക് ഉണ്ടായില്ല. അതിന്റെ അതാണ് നമ്മുടെ റെന്നിച്ചുണ്ടായത്. അത് ആ ഒരു കേസിൽ മാത്രമാണ് റെന്നിച്ചുണ്ടായത്. ഞാൻ റെന്നിച്ചന് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. അപ്പൊ റെന്നിച്ചന്റെ അടുത്ത് റെന്നിച്ചൻ അച്ഛനാവുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അച്ഛനാവും പഠിക്കാൻ പോണു. ഈ നമ്മുടെ പള്ളിയിലെ കുർബാന ഇപ്പൊ പറയണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഇതായതുകൊണ്ട് ആ സമയത്ത് പള്ളിയില് എന്റെ അനുഭവങ്ങൾ പറയാം. ഈ റെന്നിച്ചൻ അച്ഛനായ കഥകൾ തന്നെ പറയാം. നടന്ന സംഭവങ്ങളാണ്. റെന്നിച്ചൻ വലിയൊരു ബനിയനിട്ടുകൊണ്ട് നേരെ പോയി ഇവിടെ ഒരു ജാതിമരം ഉണ്ട്. അതിന്റെ ചുവട്ടിൽ വെച്ച് കുർബാന അർപ്പിക്കും. കുർബാന അർപ്പിച്ചിട്ട് അപ്പം എടുത്തുകൊണ്ട് എല്ലാവരോടും പോലും അപ്പം കഴിക്കുന്നു പറയും. അങ്ങനെ റെന്നിച്ചൻ ആദ്യം മുതൽ തന്നെ അച്ഛനാവാനുള്ളതുണ്ട്. പക്ഷെ റെന്നിച്ചനേക്കാൾ മുമ്പ് ഡെന്നീസാണ് പോയത്. ഡെന്നീസ് അച്ഛനാവാൻ പോയിട്ട് എന്താണോ തിരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നുള്ള ദൈവനിശ്ചയമായിരിക്കും. അതുകൊണ്ട് ഡെന്നീസ് തിരിച്ചു പോകുന്നു. പിന്നെ അതുമാതിരി തന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ മർക്കൂസേട്ടന്റെ ടെക്നോളജിയെ പറ്റിയാണ് ജസ്റ്റ് പറഞ്ഞ. ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം മില്ലാണ്. മില്ലിലേക്ക് ഉമ്മി എന്ന് വെച്ചാൽ ആൾക്കാരാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. മർക്കൂസേട്ടൻ ആദ്യമായിട്ട് കേരളത്തിൽ ഉമ്മി ഏതെങ്കിലും ഒരു ലൈം കുത്തി വീട്ടിലേക്ക് കരഞ്ഞെടുക്കും. അതുമാതിരി തന്നെ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കളത്തിലാണ് ആകെ ഒരു വീടുള്ള TV ഉള്ളൂ. മർക്കൂസേട്ടന്റെ വീടാണ്. ഈ TV എടുത്ത് പുറത്തേക്ക് വെക്കും. ഈ ജൈൻ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് കാണാൻ വേണ്ടി 100 പേരല്ല, ഒരു 150 പേരെങ്കിലും പുറത്തേക്ക് വരും. ആകെ ഒരു ബസ്സാണ് ഇത് കൂടെ ഉണ്ടായിരുന്ന, ഐശ്വര്യ എന്ന് പറഞ്ഞ ബസ്. ഈ ബസ് ഇത് കൂടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ തലയിട്ട് കൊന്നിട്ട് കളത്തിൽ സംഭവം. അപ്പൊ ഞാൻ ഇത്ര പറയണുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റില്ല ഈ വീട്. പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ വരും. അപ്പോൾ ഉള്ളത് റിസ്ക് ആയിരിക്കും ഇവിടെ കൂടുതൽ ഉള്ളത്. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു തരും. അതുകൊണ്ട് ഞങ്ങളുടെ